അപ്പം നമ്മളിവിടെ റാമോജി ഫിലിം സിറ്റിയിലെ സെറ്റപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫോറിൻ സിറ്റി എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ഥലത്ത് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരുടെ അതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പോൾ ഇങ്ങനെ ബസ്സിൽ കുറേ സാധനങ്ങളൊക്കെ യാത്ര ചെയ്ത് വരുന്നുണ്ട്. അതൊരു ഓരോന്നും കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട്. പക്ഷേ നമ്മൾ കണ്ട് പോവാം അവർ പറഞ്ഞ വഴിയിലൂടെ. ഇത് ഷൂട്ടിംഗ് ഫ്ലോറാണ് കേട്ടോ. എക്സ്റ്റീരിയേഴ്സും അതുപോലെ എക്സ്റ്റീരിയേഴ്സ് മാത്രമേ ഉള്ളൂ, ഇൻറ്റീരിയേഴ്സ് ഒന്നുമില്ല. ഇത് അവരൊരു സിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതവർ പേരിട്ടിരിക്കുന്നത് ഫോറിൻ സിറ്റി എന്നാണ് കേട്ടോ. നമ്മൾ ഫോറിൻ സിറ്റിയുടെ വിശേഷങ്ങൾ റാമോജി റാവു ഫിലിം സ്റ്റുഡിയോയിൽ നിന്നും കാണാമറിയത്തെ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളുമായി നമുക്ക് പൊളിച്ചടക്കിയുള്ള യാത്ര. ഇത് നമ്മൾ മിക്കവാറും കുറേ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുറച്ചൊന്നല്ല, ഇഷ്ടംപോലെ സിനിമകളിൽ ഇതിൻ്റെ ഫ്രണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ലൈറ്റപ്പൊക്കെ ചെയ്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് അതുമാതിരി ഇവിടെ സ്ട്രീറ്റൊക്കെ ഫില്ല് ചെയ്ത് മറ്റുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വേറൊരു ഫീലായിരിക്കും. നെവർ ഇമാജിൻ ഇങ്ങനെയൊരു സ്ഥലമാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ അത് ആ ഡയറക്ടറും എടുക്കാണ്. ഓരോ ഡയറക്ടറും എന്ത് വിചാരിക്കണോ, ഡയറക്ടർ എന്ത് വിചാരിക്കണോ അത് ആർട്ട് ഡയറക്ടർ ചെയ്തു കൊടുക്കും. അത് ഭാവനയിൽ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇന്ന ടൈപ്പ് ഒരു സ്ഥലത്താണ്, ഇങ്ങനെ മറ്റൊരു ഓഫീസിലാണ് വേണ്ടത്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ റിച്ച് ആയിട്ടുള്ള ഏരിയയാണ്, പുള്ളി വർക്ക് ചെയ്യുന്നത് മാത്രം ചെറിയ ഓഫീസിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളില്ലേ. അതൊക്കെ തന്നെ. നമുക്ക് ഒരു ഓഫീസ് സെറ്റപ്പ് വേണം, ഒരു വീട് വേണം, അല്ലെങ്കിൽ മറ്റു പല തരത്തിലുള്ള ഏത് തരത്തിലുള്ള ലൊക്കേഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇത് എല്ലാത്തിൻ്റെയും എക്സ്റ്റീരിയർ പോർഷനാണ് ഇത് ഉണ്ടാവുക. ഈ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 15 മിനിറ്റാണ്. ആ 15 മിനിറ്റിനുള്ളിൽ വി നീഡ് ടു ക്യാപ്ചർ ഓൾ ദോസ് തിങ്സ്. ആൻഡ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ കാണുന്ന അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സ് ഒക്കെ വെച്ചിട്ടില്ലേ, ഒരു വണ്ടി പോലെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. ഇവിടെ നമുക്ക് അവരൊരു മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളത് കാരണം നമ്മളുടെ മ്യൂസിക് കവർ ചെയ്തിട്ട് നമ്മളത് ഫില്ല് ചെയ്യാണ്. ഇതൊരു സ്ട്രീറ്റിൻ്റെ ലൊക്കേഷനാണ്. അവിടെ നമുക്ക് ഏത് തരത്തിലുള്ള ഫോറിൻ സിറ്റി എന്നാണല്ലോ അതിൻ്റെ പേര് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രി നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഡിസൈൻ ചെയ്യുന്ന കൺട്രിയുടെ അനുസരിച്ച് ഇവിടെ ആനുപാതികമായിട്ട് എല്ലാം ചേഞ്ച് ചെയ്യാം. ഈവൻ കളറിങ് അടക്കം ചേഞ്ച് ചെയ്യാം. അത് സബ്ജക്റ്റ് അനുസരിച്ച് ഡയറക്ടർ പറയുന്ന അനുസരിച്ച് ആ ഡയറക്ടർ അത് മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ പല പല സംഭവങ്ങളിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട് പറ്റും. അതിഗംഭീരമാണല്ലേ. ചില ലൊക്കേഷൻസൊക്കെ അന്വേഷിച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം അന്വേഷണം എടുക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ റാമോജി റാവു വന്നതിന് ശേഷം ആ അന്വേഷണത്തിൻ്റെ ആഴം കുറച്ച് നേരെ വീട് വരാം. എല്ലാ ക്രൂ ഇവിടെ ഉണ്ടാവും, ക്യാമറയും സെറ്റപ്പും എല്ലാം ഇവിടെ ഉണ്ടാവും. ആ പോർഷൻസ് എല്ലാം ഷൂട്ട് ചെയ്യുക, നേരെ പോവാം. അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന പഴയ ടൈപ്പ് ബിൽഡിങ്ങും. എന്ത് തരത്തിലും അത് ഷൂട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. അത് നോർമലി ഫിലിംസിൻ്റെ ഈ എക്സ്റ്റീരിയർ ഒഴിച്ചിട്ട് ഇൻറ്റീരിയർ എല്ലാം ഫ്ലോറിലായിരിക്കും ഷൂട്ട് ചെയ്യാം. ഇത് എന്താ അല്ലേ, എല്ലാത്തരം വെറൈറ്റീസും ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ
ഇതൊക്കെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതായിരിക്കും, പറയാൻ പറ്റില്ല. ഏതെങ്കിലും പടത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത മാറ്റങ്ങൾ വരുത്തിയതൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. മാറ്റങ്ങൾ വരുത്തിയാലും അവരങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യും, പിന്നീട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ. രസമല്ലേ? പിന്നെ ഇവിടെ വയ്ക്കാനായിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ റെൻറ്റിന് കിട്ടും. ഇവിടെ കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, ഇവിടെ ഇവരുടേതായ പണിക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാം എക്സ്പെൻസീവാണ്, അത്യാവശ്യം പൈസ ചിലവുണ്ട്. നമ്മൾ നാട്ടിലൊരു ലൊക്കേഷൻ റെൻറ്റിന് എടുത്ത് അവിടെ ചെയ്ത് ഷൂട്ട് ചെയ്ത് പോകുന്ന പോലെ അല്ല. ഇങ്ങോട്ട് വന്ന് എത്തിപ്പെടാനുള്ള ട്രാവല് അങ്ങനെയുള്ള കാര്യങ്ങളടക്കമുള്ള എക്സ്പെൻസീവാണ്. ഞാനിപ്പോൾ കാര്യം നമ്മുടെ ഇവരുടെ ബസ്സിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ മുഴുവൻ ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവരുടെ ബസ്സിൽ വന്ന് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് എത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റും, ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് അവർ ബസ് കൊണ്ടു നിർത്തിയിട്ട് ആ ബസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറി, മാനസിക വിഷമമാണ് മാറി കിട്ടി. കാരണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പുതിയ സ്ഥലം നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷൻ കാണാൻ വരികയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു മാനേജർ ഉണ്ടാവും. അവർ നമുക്ക് ആവശ്യമുള്ള ഏരിയകളൊക്കെ കാണിച്ചു തന്ന് നമ്മൾക്ക് സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു ട്രാവലോഗ് എന്നുള്ള കൺസെപ്റ്റിൽ കൂടെ ആകുമ്പോൾ അതിന് എത്രമാത്രം ഒരു അലോ ചെയ്യും എന്നുള്ളൊരു പ്രശ്നം കൂടി ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് പോകണത് അവർക്ക് നഷ്ടമാണ്. നഷ്ടമൊന്നുമല്ല, കാരണം വെച്ചാൽ ഇത് കണ്ട് നിറയെ പേർക്ക് ലൊക്കേഷൻസ് കവർ ചെയ്യാൻ എളുപ്പമാണ്. അതിന് വേണ്ടി ഒരു അലച്ചിൽ ഒഴിവാക്കാം. അതാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പോകുന്നത് കേട്ടോ. ഞാനിവിടെ നമ്മളുടേതായ ഫ്രെയിംസുകൾ വളരെ കുറച്ചേ വെച്ച് പോകുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാം ഒരു ക്രിയേറ്റിവിറ്റി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മളവിടെ കാണാവുന്ന മാക്സിമം ആംഗിൾസ് ഒക്കെ എടുത്ത് നമ്മൾ പ്രദർശിപ്പിച്ചാൽ അത് അത്ര നല്ലതല്ല. അവിടെ പാട്ടിട്ടിട്ടുണ്ട്. ആ പാട്ടിൻ്റെ അനുസരിച്ചാണ് അവർ ഈ ഡാൻസ് ചെയ്യുന്നത്. എന്താ ഇത് ഒരു ബിസിനസ്സാണ് കേട്ടോ. അതിൽ കൂടെ ഡാൻസ് ചെയ്യുന്ന ഗ്രീൻ കളർ ഷർട്ടിട്ട കുട്ടികളില്ലേ, അവർക്ക് പേയ്മെൻ്റ് ആണ്. അവരെ ഹയർ ചെയ്തിട്ട് ഇവരെ കൂടെ ഡാൻസ് ചെയ്യാം. അതാണ് സംഭവം. എന്തായാലും അടിപൊളി. ഒത്തിരി എൻ്റർടൈൻമെൻറ്റ്സ് അവർ ഇവിടെ തരുന്നുണ്ട്. നല്ല ബ്ലൂ കളർ, നല്ല രസമുള്ള ഹൗസ് അല്ലേ. വേണ്ട, ഒരു ചെറിയൊരു ഫ്രെയിം വെച്ച് നോക്കാം. രസമുള്ള ഫ്രെയിം, രസം. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഫോറിൻ കൺട്രിയുടെ മാതൃകയിലാണ്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ ഗേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫോറിൻ സിറ്റി എന്ന് തന്നെ അവർ പറയുന്നതിൻ്റെ കാരണം അതാണ്. യൂറോപ്പിൽ കാണുന്ന പോലെ ഒരു സൈക്കിള്, അതിൽ കുറേ നിറയെ ഫ്ലവേഴ്സ്, അതൊക്കെ ഡയറക്ടർ വരുമ്പോൾ മാറും. എക്സ്റ്റീരിയറൊക്കെ എടുക്കാൻ ഭയങ്കര രസമാണ് അല്ലേ. ഇതൊക്കെ ഇട്ടിട്ട് ഒരു വൈറ്റ് ഗൗണൊക്കെ ഇട്ടിട്ട് ഹീറോയിനെ അവിടെ നിന്ന് പോലെ നടത്തിച്ച് വന്നൊക്കെ ചുറ്റും ഒരു 4-5 പേര് കോട്ടൊക്കെ ഇട്ടിട്ട് വന്ന് അങ്ങനെ ഉണ്ടാവും. നല്ല രസമായിരിക്കില്ലേ ആ റോട്ടിക്കൂടെ. പിന്നെ ആ ബ്ലൂ കളർ സ്കൈയും ഈ ബ്ലൂ കളർ ബിൽഡിങ്ങിൻ്റെ കളറും ആ വൈറ്റ് ബോർഡറും എല്ലാം കൂടി ഒരു പ്രത്യേക ഫീലല്ലേ. വേണ്ട, രസമല്ലേ. നമുക്കതിൻ്റെ ബാക്ക് പോയി നോക്കാം. നല്ല ഫ്രെയിം കിട്ടും, അതിൻ്റെ ഒരു മനോഹര ബ്യൂട്ടി കാണാനായിട്ട്. യെസ്, അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെ ഫ്രെയിം വെച്ച് പോകാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രെയിം വെച്ച് പോകണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. പക്ഷെ എങ്കിലും കണ്ടപ്പോൾ ചെറിയൊരു ഫ്രെയിം വയ്ക്കാമെന്നൊരു തോന്നൽ, അത്രയേ ഉള്ളൂ. കാരണം നല്ല ഫ്രെയിംസുകൾ ഞാൻ പറഞ്ഞല്ലേ, ഇതൊരു ക്രിയേഷനാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ലൊക്കേഷൻ അന്വേഷിക്കുമ്പോൾ
ഇതെല്ലാം ഓർമ്മയിൽ വന്നാൽ ഭയങ്കര രസമായിരിക്കും. അടിപൊളി. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ ഉണ്ട്. ഇനി അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാം. ഓക്കേ, ബൈ. ഇതുപോലുള്ള കാണാൻ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. സോ ഈ ഏരിയയിൽ നിന്നും നമ്മൾ ഒരു സൈൻ ഓഫ് ചെയ്തു. ബൈ.